ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന്. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് ഇന്ന് നടക്കുന്നത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇന്നത്തേത്. അജ്മൽ ദിറാർ തുടരുന്നുണ്ട്. അജ്മൽ, ഇന്നത്തെ യോഗത്തിൽ സർക്കാരിന്റെ നയസമീപനം എങ്ങനെയാണ്, ആഭ്യന്തര വകുപ്പും പോലീസും എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊരു മാർഗനിർദ്ദേശം ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഗോകുൽ, ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ യോഗമാണ് ഇന്ന് നടക്കുക. ഇന്ന് 10:30 മണിക്ക് ഈ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ യോഗത്തിൽ ഇപ്പോൾ SP റാങ്കിന് മുകളിലേക്കുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ LDF സർക്കാരിന്റെ ഭരണകാലത്ത് ഈ സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന പോലീസ് അസോസിയേഷനിലെ ഉദ്യോഗസ്ഥർക്ക് സുഖകരമായ ജോലിയായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് 10 വർഷത്തിന് ശേഷം UDF അധികാരത്തിലെത്തിയതിനു പിന്നാലെ പലയിടങ്ങളിലേക്കും സ്ഥലം മാറ്റം കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. യൂണിഫോം പോലും ഇടാതെ 10 വർഷം ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ പലയിടങ്ങളിലേക്കും മാറ്റി നിയമിച്ചതിനിടയിൽ ഇവർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ ബന്ധപ്പെടുകയും സമീപിക്കുകയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 25ഓളം ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം 2 ആഴ്ചത്തേക്ക് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ വിഷയം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ഈ പല നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന ഗൺമാൻമാർ അവരെ എത്രത്തോളം ഇനി നിലനിർത്തണം എന്നതിനെ കുറിച്ചും ഒരു വിഷയം ഉറപ്പായും ചർച്ചയായി വരുമെന്നതിൽ സംശയമില്ല. കാരണം ഇന്നലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുന്നിൽ കഴിഞ്ഞ 10 വർഷമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരസിച്ച് അവരെ 6 ഉദ്യോഗസ്ഥരെ നിരന്തരമായി വീടിന് മുന്നിൽ കാവലേർപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറത്തു വന്ന വാർത്ത പ്രകാരം തിരുവനന്തപുരത്തെ ഒരു കൗൺസിലർക്ക്, കോർപ്പറേഷൻ കൗൺസിലർക്ക് പോലും ഗൺമാൻ അനുവദിച്ചിരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് തീരുമാനിക്കുക സംസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയാണ്. അവരുടെ നിർദ്ദേശാനുസരണം ഇനി ആർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഗൺമാൻമാരെയും ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരെയും നിശ്ചയിക്കേണ്ടതെന്ന് അടക്കമുള്ള വിഷയങ്ങളും ഈ യോഗത്തിൽ ഉയർന്നു വരും. ഏതായാലും രാവിലെ 10:30 മണിക്ക് നടക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടക്കുന്ന ആദ്യത്തെ യോഗം കൂടിയാണ് ഗോകുൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.